Hello students, നമ്മൾ ഇന്ന് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്റർ ആണ് ലൈൻ ബൈ ലൈൻ ആയി റീഡ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. സെൽ എന്താണ്, സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെൽ ഡിവിഷൻ എന്ന അടുത്ത ചാപ്റ്റർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. സെൽ എന്താണ്? വാട്ട് ഈസ് എ സെൽ? How do we define a cell? സെല്ലിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുക? നമ്മൾ കൊച്ചു ക്ലാസ്സിലെ മുന്നിൽ പഠിച്ചിട്ടുണ്ടല്ലേ, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അതിന് വലിയ മാറ്റമൊന്നുമില്ല. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഇൻ ഓൾ ഓർഗാനിസംസ്. എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ല് കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് സെൽസ് അനുസരിച്ച് നമ്മൾ ഓർഗാനിസംസിനെ രണ്ടായിട്ടാണ് മെയിനായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അല്ലേ. എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് അല്ലേ. ചില ഓർഗാനിസംസിലൊക്കെ ഒറ്റ സെല്ലേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ യൂണി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി മറ്റു ചില ഓർഗാനിസംസ് ആണ് ഒരുപാട് സെൽസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ, അവരെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണി സെല്ലുലാർ ഓർഗാനിസമിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? യൂണി സെല്ലുലാർ ഓർഗാനിസമിന് എക്സാമ്പിൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെന്ന് ബാക്ടീരിയ, അമീബ, ഇവരൊക്കെയാണ് അല്ലേ യൂണിസെല്ലുലാർ ഓർഗാനിസം. അപ്പം അമീബ. ഇനി തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത് വാട്ട് ഈസ് എ സെൽ? എന്താണ് സെൽ? ഇപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെ എടുക്കുകയാണെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആർ കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ആൻഡ് പെർഫോമിംഗ് ദ എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ലൈഫ്. ഇപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ലൈക്ക് അമീബയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അമീബേനെ എടുക്കുകയാണെങ്കിൽ ആണ് അമീബ അല്ലേ. അമീബ എന്ന് പറയുന്ന ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. ഒറ്റ സെല്ല് അതിനകത്തുള്ളൂ. ഈ സെല്ല് തന്നെയാണ് അമീബേനെ ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അല്ലേ. ഇപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടല്ലേ, അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാം, അവർക്ക് ആ സെല്ല് വെച്ച് മൂവ് ചെയ്യാം, അവർക്ക് ആ സെല്ല് വെച്ച് ബ്രീത്ത് ചെയ്യാം, അവർക്ക് ആ സെല്ല് വെച്ച് ഡൈജഷൻ നടത്താം, അവർക്ക് ആ സെല്ല് വെച്ച് എക്സ്ക്രീഷൻ നടത്താം, റീപ്രൊഡക്ഷൻ നടത്താം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ ഈ സെല്ല്. അതുപോലെ തന്നെ പെർഫോമിംഗ് ദ എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ലൈഫ്. ഈ ഒരു സെല്ലാണ് ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ എല്ലാ ലൈഫ് ആക്ടിവിറ്റീസും നടത്താൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാ ലൈഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും ലൈക്ക് റെസ്പിറേഷൻ, ഡൈജഷൻ, അബ്സോർഷൻ, സെക്രീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ആ ഓർഗാനിസമിനെ സഹായിക്കുന്നത് ഈ സിംഗിൾ സെല്ല് തന്നെയാണ്. അപ്പോൾ ഒറ്റ സെല്ല് മതിയല്ലേ ഒരു ജീവിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്? ഒറ്റ സെല്ല് മതി. അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം നടത്താൻ പറ്റൂല, ഇൻക്ലൂഡിങ് റീപ്രൊഡക്ഷൻ. ഒറ്റ സെല്ല് മതി. ആൻഡ് എനിത്തിങ് ലെസ് ദാൻ എ കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് എ സെൽ ഡസ് നോട്ട് എൻഷുർ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്. ഹെൻസ് സെൽ ഇസ് ദ ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. അപ്പോൾ ഒറ്റ ഒരു സെല്ലെങ്കിലും വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ. എന്താ? ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസും മെറ്റബോളിക് ആക്ടിവിറ്റീസും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറിലേക്ക് ആ സെല്ല് എത്തിയിട്ടില്ല എങ്കിൽ അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസോ ലൈഫ് ആക്ടിവിറ്റീസോ ഒന്നും പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ സെൽ ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് Anton van Leeuwenhoek first saw and described a live cell. ഒരു ലൈവ് സെല്ലിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തതും ഡിസ്ക്രൈബ് ചെയ്തതും ആൻറ്റൺ വോൺ ലൂവൻഹുക്ക് എന്ന സയൻറ്റിസ്റ്റാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻറ്റൺ വോൺ ലൂവൻഹുക്ക് ഫസ്റ്റ് സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എ ലൈവ് സെൽ. റോബർട്ട് ബ്രൗൺ ലേറ്റർ ഡിസ്കവേർഡ് ദ ന്യൂക്ലിയസ്. അതിനുശേഷം റോബർട്ട് ബ്രൗൺ എന്ന സയൻറ്റിസ്റ്റാണ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത്. And the invention of the microscope and its improvement leading to the electron microscope revealed all the structural details of the cell. Okay, അപ്പോൾ സെല്ലിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ്? ആൻറ്റൺ വാൻ ലൂവൻഹുക്ക്. ആൻഡ് സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഒബ്സർവ് ചെയ്ത ആളാരാണ്? ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ്? റോബർട്ട് ബ്രൗൺ. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ മൈക്രോസ്കോപ്പിലേക്ക് അഡ്വാൻസ്മെൻറ്റ്സ് വന്നത്. അതായത് അന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന മൈക്രോസ്കോപ്പ് ഒന്നും ഇത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റഡീസൊക്കെ വളരെ ലാഗ് ചെയ്ത് പോയത്. പിന്നീട് നല്ല മൈക്രോസ്കോപ്സ് ഒക്കെ വന്നു, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പൊക്കെ വന്നു. അതിനുശേഷമാണ് നമ്മൾ സെല്ലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇനി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സെൽ തിയറി. Cell theory. In 1838, Matthias Schleiden, a German botanist,
examined a large number of plants and observed that all plants are composed of different kinds of cells which form the tissues of the plant. Okay. അപ്പോൾ സെൽ തിയറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കേട്ടോ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സെൽ തിയറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന് മാത്യാസ് ഷ്ലീഡൻ, രണ്ടാമത്തെ ആൾ ഷ്വാൻ, ഞാനിനി പറയും, മൂന്നാമത്തെ ആൾ റുഡോൾഫ് വിച്ചോ. ഈ 3 സയൻറ്റിസ്റ്റ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആൾ ആരാണ്? മാത്യാസ് ഷ്ലീഡൻ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അത്രേ ഉള്ളൂ. അദ്ദേഹം ഒരു ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്റ്റഡീസ് നടത്തുന്നത് പ്ലാന്റ്സിലാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഷ്ലീഡൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ആളാരാണെന്ന് നോക്കാം. ഷ്വാൻ ഇൻ 1838 ഷ്ലീഡൻ പറഞ്ഞത് പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. 1839 ഷ്വാൻ എന്ന സയൻറ്റിസ്റ്റ്, അദ്ദേഹം ആരായിരുന്നു? ഒരു സുവോളജിസ്റ്റ് ആയിരുന്നു അല്ലേ, ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആയിരുന്നു. മറ്റേയാൾ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു, ഇങ്ങേര് സുവോളജിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ അപ്പോൾ സ്റ്റഡീസ് നടത്തിയത് ആരിലായിരിക്കും? മിക്കവാറും ആനിമൽസിൽ തന്നെയായിരിക്കും അല്ലേ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഓൾ ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. So he studied different types of animal cells and reported that cells had a thin outer layer which is today known as the plasma membrane. Okay, അപ്പോൾ അദ്ദേഹം സ്റ്റഡീസ് നടത്തിയപ്പോൾ പറഞ്ഞു all animals are made up of cells and സെല്ലിൻ്റെ ഔട്ടർ ലെയർ വളരെ തിന്നാണ്. സെല്ലിന് ഒരു ഔട്ടർ ലെയർ ഉണ്ട്, അത് വളരെ തിന്നാണ്. Nowadays it is known as plasma membrane. നമുക്കറിയാം അല്ലേ, സെല്ലിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. He also concluded, based on his studies on plant tissues, that the presence of cell wall is a unique character of the plant cells. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് ആനിമൽ സെൽസിൽ മാത്രമല്ല ഒതുങ്ങിയത്, അദ്ദേഹം പ്ലാന്റ്സിലും സ്റ്റഡി നടത്തി. എന്നിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ് സെൽ വോൾ, യുണീക്ക് ക്യാരക്ടർ ഓഫ് പ്ലാന്റ് സെൽസ്. അതെന്താണ്? സെൽ വോൾ അല്ലേ. ഓക്കെ. On the basis of this, Schwann proposed the hypothesis that the bodies of animals and plants are composed of cells and product of cells. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഷ്വാൻ പറഞ്ഞു all plants and animals are made up of cells and product of cells അല്ലേ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ സെൽ തിയറി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നായിരുന്നു കേട്ടോ. ഏത് രണ്ടും കൂടെ? ഈ ഷ്ലീഡൻ പ്രപ്പോസ് ചെയ്ത തിയറിയും ഷ്വാൻ പ്രപ്പോസ് ചെയ്ത തിയറിയും കൂടി ചേർന്നിട്ടാണ് നമ്മൾ സെൽ തിയറി എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നത്. ലൈക്ക് ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എന്നാൽ ഇത് ഒരു സെൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ തിയറി അല്ലേ. ഈ തിയറി എന്താണ് പറയുന്നത്? പ്ലാന്റ്സും ആനിമൽസും ഒക്കെ സെല്ലുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഒരു സെൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ഈ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ സെല്ലിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി പ്രപ്പോസ് ചെയ്തത് മറ്റൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ആരാണ്? റുഡോൾഫ് വിച്ചോ. So let's see. Schleiden and Schwann together formulated the cell theory. This theory, however, did not explain as to how new cells were formed. എങ്ങനെയാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നതെന്ന് അവരുടെ സെൽ തിയറിക്ക് പറയാനായിട്ട് പറ്റിയില്ല. ആൻഡ് റുഡോൾഫ് വിച്ചോ in 1855 first explained that cells divided and new cells are formed from pre-existing cells. അപ്പോൾ റുഡോൾഫ് വിച്ചോ എന്ന സയൻറ്റിസ്റ്റാണ് പറഞ്ഞത് ഒരു സെല്ല് ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണ് അല്ലേ. ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് സെൽ ഡിവിഷൻ എന്ന പ്രോസസ്സ് അല്ലേ, മൈറ്റോസിസും മയോസിസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു സെല്ല് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? നിലവിലുണ്ടായിരുന്ന സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അപ്പോൾ അതിനെ അദ്ദേഹം വിളിച്ചതാണ് ഒമ്നി സെല്ലുല ഈ സെല്ലുല. ഒമ്നി സെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഞാനിപ്പോൾ പറയുന്നത്. നീറ്റിന് ചോദിച്ചിട്ടുണ്ട് ഒമ്നി സെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞാൽ ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ബൈ ഡിവിഷൻ. And he modified the hypothesis of Schleiden and Schwann to give the cell theory a final shape. ഇദ്ദേഹം ഷ്ലീഡൻ്റെയും ഷ്വാൻ്റെയും സെൽ തിയറിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുത്തു. എങ്ങനെയാണ് സെൽ തിയറി എന്താണെന്ന് ഒരു ഫിനിഷിംഗ് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ സെൽ തിയറി പഠിക്കുന്നത് ഇങ്ങനെ 2 പോയിന്റ്സ് ചേർത്തിട്ടാണ്. ഒന്നാമത്തെ പോയിന്റ്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ് അല്ലേ. അതാണ് സെൽ തിയറിയിലെ ഫസ്റ്റ് പോയിന്റ്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്. രണ്ടാമത്തെ പോയിന്റ് റുഡോൾഫ് വിർച്ചോയുടെയാണ്, ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അപ്പോൾ ഈ ഒന്നാമത്തെ പോയിന്റ് ആരുടെയൊക്കെയാണ്? ഷ്വാൻ്റെ ഷ്ലീഡൻ്റെ അല്ലേ, ഷ്ലീഡൻ്റെ. രണ്ടാമത്തെ പോയിന്റ് വിർച്ചോയുടെ പോയിന്റാണ് അല്ലേ, റുഡോൾഫ് വിർച്ചോയുടെ പോയിന്റാണ്. എന്താണത്? ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അപ്പോൾ ഈ 2 പോയിന്റ്സേ സെൽ തിയറിക്കകത്തുള്ളൂ. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ്
all cells arise from pre-existing cells. ഈ 2 പോയിന്റ്സേ നമ്മുടെ സെൽ തിയറിക്കകത്തുള്ളൂ. അപ്പോൾ ഈ തിയറി പ്രപ്പോസ് ചെയ്ത 3 സയന്റിസ്റ്റ് ചേർന്നിട്ടാണ് അല്ലേ? ആരൊക്കെയാണ്? ഷ്ലീഡൻ, മാത്തിയാസ് ഷ്ലീഡൻ, രണ്ടാമത്തെ ആൾ ഷ്വാൻ, മൂന്നാമത്തെ ആൾ റുഡോൾഫ് വിർച്ചോ. 3 പേര് ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എയിംസ് 2011 ചോദിച്ചിട്ടുണ്ട്, സെൽ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ എ ബൊട്ടാനിസ്റ്റ്, എ സുവോളജിസ്റ്റ്. അതോ ഇവർ രണ്ടും കൂടി ചേർന്നിട്ടാണോ? ബൊട്ടാനിസ്റ്റും സുവോളജിസ്റ്റും ചേർന്നിട്ടാണോ അതോ ഒരു സൈക്കോളജിസ്റ്റ് ആണോ? ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ നീറ്റ് 2019 ചോദിച്ചിട്ടുണ്ട്, ദ കോൺസെപ്റ്റ് ഓഫ് ഒംനി സെല്ലുല ഇ സെല്ലുല വാസ് പ്രപ്പോസ്ഡ് ബൈ. ഒംനി സെല്ലുല ഇ സെല്ലുല പ്രപ്പോസ് ചെയ്ത ആളാരാണെന്ന് അല്ലേ? അതാരാണ്? റുഡോൾഫ് വിർച്ചോ ആണ്. 2019 ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ okay, now let's see the overview of the cell. An overview of the cell. You have earlier observed cells in an onion peel and human cheek cells. ഇപ്പോൾ നിങ്ങൾ ലോക്ക്ഡൗണിലൊക്കെ ഇത് ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ ടീച്ചേഴ്സ് ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടോ? ഒനിയൻ പീൽ സെൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചീക്ക് സെൽസ് ഒക്കെ മൈക്രോസ്കോപ്പിലൂടെ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും നമ്മുടെ സവാള അല്ലേ, സവാള എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തൊലി അതെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് സെൽസ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ചീക്ക് സെൽസ്, നമ്മുടെ ചീക്ക് ഈ പോർഷനിലുള്ള കവിളല്ലേ അകത്തുള്ള പോർഷൻ സ്ക്രാച്ച് ചെയ്തെടുത്തിട്ട് ചുരണ്ടി എടുത്തിട്ട് അത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിലും നല്ലൊരു എക്സാമ്പിളാണ് ആനിമൽ സെൽസ് ഒബ്സർവ് ചെയ്യുന്നതിനും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്ട്രക്ചർ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഓനിയൻ പില്ലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. The onion cell, which is a typical plant cell, has a distinct cell wall. Plant cell എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു സെൽ വോൾ കാണാൻ പറ്റും. അപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ ഔട്ടർ ബൗണ്ടറി എന്ന് പറയുന്നത് സെൽ വോൾ ആണ് അല്ലേ? ആൻഡ് ജസ്റ്റ് വിതിൻ ഇറ്റ് ഈസ് ദ സെൽ മെംബ്രെയിൻ. സെൽ വോൾ കഴിഞ്ഞിട്ട് അടുത്ത ലെയർ ആണ് സെൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ പ്ലാന്റ് സെല്ലാണെങ്കിൽ അതിൻ്റെ ഔട്ടർ ബൗണ്ടറി എന്ന് പറയുന്നത് സെൽ വോൾ ആണ്. ദിസ് ഈസ് സെൽ വോൾ. ആൻഡ് വിതിൻ ദിസ് സെൽ വോൾ നമുക്ക് മറ്റൊരു ബൗണ്ടറി കാണാൻ പറ്റും. അതെന്താണ്? അത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മൾ അതിന് എന്തെന്നാ പറയുക? സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഫസ്റ്റ് ബൗണ്ടറി സെൽ വോൾ, അതിനകത്ത് കാണപ്പെടുന്ന നെക്സ്റ്റ് ബൗണ്ടറി സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ആനിമൽ സെല്ലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ദ സെൽസ് ഓഫ് ദ ഹ്യൂമൻ ചീക്ക് ഹാവ് ആൻ ഔട്ടർ മെംബ്രെയിൻ ആസ് ദ ഡീലിമിറ്റിംഗ് സ്ട്രക്ചർ ഓഫ് ദ സെൽ. നമ്മൾ പ്ലാന്റ് സെല്ല് നോക്കിയപ്പം സെൽ വോളും കണ്ടു, സെൽ മെംബ്രെയിനും കണ്ടു അല്ലേ? 2 ബൗണ്ടറീസ് ഉണ്ടായിരുന്നു. എന്നാൽ ആനിമൽ സെല്ലാണെങ്കിൽ ഒറ്റൊരു ബൗണ്ടറി ഉള്ളൂ. അതിനെ നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയും. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. നമുക്ക് സെൽ വോൾ ഇല്ല, നമുക്ക് സെൽ മെംബ്രെയിൻ ആണ് ഡീലിമിറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇൻസൈഡ് ഈച്ച് സെൽ ഈസ് എ ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ കോൾഡ് ന്യൂക്ലിയസ്. അപ്പോൾ ബൗണ്ടറി എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ് അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതിനകത്ത് നമുക്ക് മറ്റൊരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയും. ദിസ് ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് എ ക്രോമോസോംസ്. ഈ ന്യൂക്ലിയസിനകത്താണ് എന്തൊക്കെ കാണപ്പെടുന്നത്? ക്രോമോസോംസ് ഉള്ളത്. ഈ ക്രോമോസോംസിലാണ് നമുക്ക് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കാണാൻ പറ്റുക, ലൈക്ക് DNA. അപ്പോൾ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് വി ഹാവ് ദിസ് ഇസ് ന്യൂക്ലിയസ് അല്ലേ? ദിസ് ഇസ് ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസിനകത്ത് നമുക്ക് ക്രോമോസോംസ് ഉണ്ട്. ക്രോമോസോംസ് ഉണ്ട്. ഓൺ ദാറ്റ് ക്രോമോസോംസ് വി ഹാവ് DNA. ആ ക്രോമോസോമിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുക, DNA ഇരിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഞാനൊരു ഡയഗ്രം ഇവിടെ കാണിക്കാം. ഇവിടെ ഒരു ഡയഗ്രം ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് ക്രോമോസോംസ് ഉണ്ട്. ഓരോ ക്രോമോസോമിനകത്തും ജനറ്റിക് മെറ്റീരിയൽ എന്ന നിലയ്ക്ക് DNA ഉണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA അല്ല, DNAയിലെ ചെറിയ സെഗ്മെൻറ്റ്സ് ആണ്. പല സെഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ ജീൻസ് എന്ന് പറയുന്നത്. ശരിക്കും ജീൻസ് ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അല്ലേ? ഓക്കെ, ആ ജീൻസ് ഇരിക്കുന്ന എവിടെയാണ്? DNA-യിലാണ്. ആ DNA ഇരിക്കുന്ന എവിടെയാണ്? ക്രോമോസോംസിലാണ്. ആ ക്രോമോസോംസ് ഇരിക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയസിനകത്താണ്. ആ ന്യൂക്ലിയസ് എവിടെയാണ് ഇരിക്കുന്നത്? സെല്ലിനകത്താണ് അല്ലേ? സെല്ലിനകത്തെ ഒരു സ്ട്രക്ചറാണ് ന്യൂക്ലിയസ്. ഓക്കെ, ആൻഡ് ദ സെൽസ് ദാറ്റ് ഹാവ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയ ആർ കോൾഡ് യൂകാരിയോട്ടിക്. Cells that have membrane bound nuclei are called eukaryotic, whereas cells that lack a membrane bound nucleus are known as prokaryotic. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ചെറിയൊരു പോർഷൻ അല്ലേ, അതിനകത്ത് ക്രോമോസോംസ് ഒക്കെ ഉണ്ട്, ക്രോമോസോംസൊക്കെയുള്ള ചെറിയ പോർഷൻ. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ ചുറ്റി ഒരു മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട് എങ്കിൽ അങ്ങനത്തെ ഒരു സെല്ല് എങ്ങനത്തെ സെല്ലാണ്? യൂകാരിയോട്ടിക് സെല്ലാണ്. ഇനി ഈ ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ
ക്രോമോസോംസിനെയും ജീനിനെയൊക്കെ ചുറ്റി ഈ മെംബ്രെയിൻ, ഈ പറഞ്ഞ മെംബ്രെയിൻ കാണപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സെല്ല് ഒരു പ്രൊക്യാരിയോട്ടിക് സെല്ലാണ്. യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊക്യാരിയോട്ടിക് സെൽ ആൻഡ് യൂക്യാരിയോട്ടിക് സെൽ? പ്രൊക്യാരിയോട്ടിക് സെല്ലിലാണ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല, ശരിക്കും ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല അല്ലേ? ഒരു ന്യൂക്ലിയർ മെംബ്രെയിനോട് കൂടിയിട്ടുള്ള സ്ട്രക്ചറിനെ നമുക്ക് ന്യൂക്ലിയസ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ പ്രൊക്യാരിയോട്ടിക് സെല്ലിൽ അങ്ങനെ ഒരു ന്യൂക്ലിയസ് ഇല്ല, കാണപ്പെടുന്നില്ല. ക്രോമോസോംസും ജീൻസും ഒക്കെ ഉണ്ട്, എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്ന മെംബ്രെയിൻ അവിടെ ഇല്ല. ഓക്കെ, അതാണ് പ്രൊക്യാരിയോട്ടിക് സെല്ലിൻ്റെ ഘടന. എന്നാൽ യൂക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടല്ലേ, ക്രോമോസോംസിനെയും ജീനിനെയൊക്കെ ചുറ്റി ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ഒരു പ്രോപ്പർ ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. In both prokaryotic and eukaryotic cells, a semi-fluid matrix called cytoplasm occupies the volume of the cell. ഇനി ഈ സെല്ലിനകത്ത് പ്രൊക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിലും യൂക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിലും ഇതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഉണ്ട് അല്ലേ? അതിനെ നമ്മൾ എന്തെന്നാ പറയുക? അതിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്നാ പറയുക. ദിസ് ഈസ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം. The fluid filled space within the cell is known as cytoplasm. അത് പ്രൊക്യാരിയോട്ടിക് സെല്ലിലും ഉണ്ട്, യൂക്യാരിയോട്ടിക് സെല്ലിലും ഉണ്ട്. ഇനി ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ആ ഫ്ലൂയിഡിനെ അല്ലേ, ഒരു വാട്ടർ അല്ലെങ്കിൽ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെ നമ്മൾ സൈറ്റോസോൾ എന്നാ പറയുക കേട്ടോ. സൈറ്റോസോൾ. സൈറ്റോപ്ലാസത്തിലെ ആ ഫ്ലൂയിഡിനെ നമ്മൾ എന്തെന്നാ പറയുക? സൈറ്റോസോൾ. സൈറ്റോസോൾ. ഈ സൈറ്റോസോളിലാണ് മറ്റെല്ലാ കാര്യങ്ങളും, ഇതിനകത്ത് ഓർഗനലൈസ് ഒക്കെ കാണപ്പെടുന്നത്, നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. സോ cytoplasm is the main area of cellular activities in both plant and animal cells. പ്ലാന്റ് സെല്ലിലാണെങ്കിലും ആനിമൽ സെല്ലിലാണെങ്കിലും സൈറ്റോപ്ലാസം ആണ് എല്ലാ സെല്ലുലാർ ആക്ടിവിറ്റീസും നടക്കുന്ന കേന്ദ്രം എന്ന് പറയുന്നത്, എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും നടക്കുന്ന കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വേരിയസ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കർ ഇൻ ഇറ്റ് ടു കീപ് ദ സെൽ ഇൻ ദ ലിവിങ് സ്റ്റേറ്റ്. ലിവിങ് സ്റ്റേറ്റിൽ ഇരുത്തുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നത് എവിടെയാണ്? ഈ സൈറ്റോപ്ലാസത്തിനകത്താണ്. ആൻഡ് ബിസൈഡ്സ് ദ ന്യൂക്ലിയസ്, the eukaryotic cells have the outer membrane bound distinct structures called organelles. ന്യൂക്ലിയസിനെ കൂടാതെ യൂക്യാരിയോട്ടിക് സെല്ലിനകത്ത് വേറെ ചില സംഗതികളൊക്കെ ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ്. മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മെംബ്രെയിനിയസ് സ്ട്രക്ചേഴ്സ് അല്ലേ? മെംബ്രെയിനുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് ന്യൂക്ലിയസ് അല്ലാതെ. അവരെയൊക്കെ ചേർത്ത് നമ്മൾ എന്തെന്ന് പറയും? ഓർഗനലേസ് എന്ന് പറയും. സോ ഓർഗനലേസ് ആർ ദ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ സെൽ. സെല്ലിനകത്ത് കാണപ്പെടുന്ന മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ഓർഗനലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഓർഗനലേസ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ER, ഗോൾജി കോംപ്ലെക്സ്, ലൈസോസോംസ്, മൈറ്റോകോൺട്രിയ, മൈക്രോബോഡീസ് ആൻഡ് വാക്യൂൾസ്. ഇവരൊക്കെയാണ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലേസ് ആരൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി ബോഡീസ് അല്ലെങ്കിൽ ഗോൾജി കോംപ്ലെക്സ്, ലൈസോസോംസ്, മൈറ്റോകോൺട്രിയ, മൈക്രോബോഡീസ് ആൻഡ് വാക്യൂൾസ്. പക്ഷേ പ്രൊക്യാരിയോട്ടിക് സെല്ലിൽ ഈ പറഞ്ഞ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി കോംപ്ലെക്സും ലൈസോസോംസും ഒക്കെ പ്രൊക്യാരിയോട്ടിക് സെല്ലിൽ ആബ്സെൻ്റ് ആണ്. ഇതൊക്കെ യൂക്യാരിയോട്ടിക് സെല്ലിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ലൈക്ക് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും. ഓക്കെ, ആൻഡ് റൈബോസോംസ് ആർ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് ഫൗണ്ട് ഇൻ ഓൾ സെൽസ്. പ്രൊക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിലും യൂക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിലും കാണപ്പെടുന്ന ഒരേ ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലെയാണ് റൈബോസോം. റൈബോസോംസ് ആർ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലെ. നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലെ. നോൺ മെംബ്രെയിൻ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ചുറ്റും മെംബ്രെയിനിയസ് കവറിങ് ഇല്ല അല്ലേ? ഇപ്പം ന്യൂക്ലിയസിനാണെങ്കിൽ മെംബ്രെയിനിയസ് കവറിങ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് മെംബ്രെയിനിയസ് കവറിങ് ഉണ്ട്, ഗോൾജി കോംപ്ലെക്സിന് മെംബ്രെയിനിയസ് കവറിങ് ഉണ്ട്. എന്നാൽ ഇതില്ലാത്ത ഒരാളാണ് റൈബോസോം. അവർക്ക് മെംബ്രെയിനിയസ് കവറിങ് ഇല്ല. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾ സെൽസ്. പ്രൊക്യാരിയോട്ടിക് സെല്ലിലും ഉണ്ട്, യൂക്യാരിയോട്ടിക് സെല്ലിലും ഉണ്ട്. സോ റൈബോസോംസ് ആർ ഫൗണ്ട് ഇൻ ബോത്ത് പ്രൊക്യാരിയോട്ടിക് ആൻഡ് യൂക്യാരിയോട്ടിക് സെൽസ്. Within the cell, ribosomes are found not only in the cytoplasm but also within the two organelles. അപ്പോൾ ഞാൻ പറഞ്ഞു റൈബോസോം ഒരു ഓർഗനലെയാണ്. അത് കാണപ്പെടുന്ന എവിടെയാണ്? സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ. എന്നാൽ സൈറ്റോപ്ലാസത്തിൽ മാത്രമല്ല നമുക്ക് റൈബോസോമിനെ കാണാൻ പറ്റുക, സെല്ലിനകത്തുള്ള മറ്റു ചില ഓർഗനലേസിൽ നമുക്ക് റൈബോസോമിനെ കാണാൻ പറ്റും. അതെങ്ങനെ പോസിബിൾ ആകുക? റൈബോസോം ആസച്ച് ഒരു ഓർഗനലെയാണല്ലേ, എന്നാൽ ആ ഓർഗനലിലേക്ക് മറ്റൊരു ഓർഗനലിൽ പോയിരിക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ഓർഗനലേസ് ഞാൻ പറയാം. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, മറ്റത് മൈറ്റോകോൺട്രിയ. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, ആനിമൽ സെല്ലിലാണെങ്കിൽ മൈറ്റോകോൺട്രിയ. അപ്പോൾ നിങ്ങൾ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് റൈബോസോംസ് അവിടെയൊക്കെ പോയിരിക്കുന്നതെന്നല്ലേ. എങ്കിൽ ഈ റൈബോസോമിന് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലും പോയിരിക്കാം,
അങ്ങനെയാകുമ്പോൾ ആ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നാണ് പറയുക. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു റൈബോസോംസ് സൈറ്റോപ്ലാസത്തിനകത്താണ് സ്കാറ്റർ ചെയ്ത് കിടക്കുക, പക്ഷേ അവർക്ക് മറ്റു ചില ഓർഗനലൈസിലും പോയിരിക്കാം, ലൈക്ക് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഓക്കെ, we will discuss it in detail. And animal cells contain another non-membrane bound organelle called centriole. അപ്പോൾ റൈബോസോം ആണ് ഒരു നോൺ മെംബ്രേനിയസ് ഓർഗനലെ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പഠിച്ചത്. അതുകൂടാതെ അനിമൽ സെല്ലിനകത്ത് മാത്രം കാണപ്പെടുന്ന ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലെയാണ് സെൻട്രിയോൾ. അപ്പോൾ അനിമൽ സെല്ലിൽ റൈബോസോം ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രിയോളും ഉണ്ട് ആസ് നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലീസ്. ആൻഡ് സെൻട്രിയോളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷന് സഹായിക്കുന്ന ഒരു സെല്ലുലാർ ഓർഗനല്ലെയാണ് സെൻട്രിയോൾ. ആൻഡ് സെൽസ് ഡിഫർ ഗ്രേറ്റ്ലി ഇൻ സൈസ്, ഷേപ്പ് ആൻഡ് ആക്ടിവിറ്റീസ്. സെല്ലിൻ്റെ സൈസിലാണെങ്കിലും ഷേപ്പിലാണെങ്കിലും അവരുടെ ഫങ്ഷനിലാണെങ്കിലും ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് സെല്ലിന്. ഫോർ എക്സാമ്പിൾ മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് സെല്ലാണ് കേട്ടോ. മൈക്കോപ്ലാസ്മ എ സ്മോളസ്റ്റ് സെൽ അബൌട്ട് 0.3 µm ഇൻ ലെങ്ത്. ഈ മ്യൂമീറ്റർ എന്ന് കൊടുത്തിരിക്കുന്ന മൈക്രോമീറ്റർ ആണ് കേട്ടോ. നമ്മൾ സെല്ലിൻ്റെ സൈസ് പറയുന്നത് മൈക്രോമീറ്ററിലാണ്. മൈക്രോമീറ്ററിനെയാണ് നമ്മൾ മ്യൂമീറ്റർ എന്ന് പ്രൊനൗൺസ് ചെയ്യുക. മൈക്രോമീറ്റർ ഓർ മ്യൂമീറ്റർ. മൈക്രോസ്കോപ്പിക് ആണല്ലോ സെല്ല്, അതുകൊണ്ടാണ് നമ്മൾ മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് സെല്ല് മൈക്കോപ്ലാസ്മയാണ്. അതിൻ്റെ ലെങ്ത് എത്രയാണ്? 0.3 µm ഓർ മൈക്രോമീറ്റർ. വൈൽ ബാക്ടീരിയ കുഡ് ബി 3 to 5 µm. അപ്പോൾ സ്മോളസ്റ്റ് സെല്ലായ മൈക്കോപ്ലാസ്മയുടെ ലെങ്ത് 0.3 മൈക്രോമീറ്റർ ആണ് അല്ലേ. എന്നാൽ ബാക്ടീരിയയുടെ സൈസ് അതിലും കുറച്ചുകൂടെ കൂടുതലാണ് അല്ലേ. എത്രയാണ്? 3 to 5 മൈക്രോമീറ്ററിലേക്കാണ് ബാക്ടീരിയ കാണപ്പെടുന്നത്. The largest isolated single cell is the ostrich egg. The largest isolated single cell is the egg of an ostrich. ഓസ്ട്രിച്ചിൻ്റെ എഗ് ആണ് ഏറ്റവും വലിയ സിംഗിൾ സെൽഡ് സ്റ്റേജ്. ഏറ്റവും വലിയ സിംഗിൾ സെൽ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഓസ്ട്രിച്ച് എഗ്. മൾട്ടി സെല്ലർ ഓർഗാനിസംസിലെ ചെറിയ സെൽസ്, സ്മോളസ്റ്റ് സെൽസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ RBCs ആണ്. ലോങ്ങസ്റ്റ് സെൽസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നെർവ് സെൽസ് ആണ്. സെൽസ് ഓൾസോ വേരി ഗ്രേറ്റ്ലി ഇൻ ദ ഷേപ്പിൻ്റെ കാര്യത്തിലും സെൽസ് വേരി ചെയ്യുന്നുണ്ടല്ലേ. ദേ മേ ബി ഡിസ്ക് ഷേപ്പിലായിരിക്കാം, പോളിഗോണൽ ഷേപ്പിലായിരിക്കാം, കോളംനാർ ഷേപ്പിലായിരിക്കാം, ക്യൂബോയിഡ് ഷേപ്പിലായിരിക്കാം, ത്രെഡ് ലൈക്ക് ഷേപ്പിലായിരിക്കാം, ഓർ ഈവൻ ഇറഗുലർ ഷേപ്പിലും ആയിരിക്കാം. പല ഷേപ്പിലുള്ള സെൽസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ കാണപ്പെടാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫങ്ഷൻ ദേ പെർഫോം. സോ ദ ഷേപ്പ് ഓഫ് ദ സെൽസ് മേ വേരി വിത്ത് ദ ഫങ്ഷൻ ദേ പെർഫോം. എന്താണ് ആ സെല്ലിൻ്റെ ഫങ്ഷൻ എന്നതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഷേപ്പും ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് RBCയുടെ ഷേപ്പ് അല്ലേ, റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ് ഷേപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന RBC. വൈറ്റ് ബ്ലഡ് സെൽസിനെ കണ്ടോ, അമീബോയിഡ് സെൽസ് എന്നാണ് പറയുക, അമീബ ലൈക്ക് മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട്. പിന്നെ കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് കണ്ടോ, ലോങ് ആൻഡ് നാരോ സെൽസ്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ലീവ്സിലുള്ള സെൽസ് അല്ലേ, മീസോഫിൽ സെൽസ്, റൗണ്ട് ആൻഡ് ഓവൽ. പിന്നെ ട്രക്കീഡ് കൊടുത്തിട്ടുണ്ട്. ട്രക്കീഡ് ഇലോങ്ങേറ്റഡ് സെല്ലാണ്. ഇത് എന്തിലാണ് കാണപ്പെടുന്നത്? സൈലത്തിനകത്ത് കാണപ്പെടുന്ന ഒരു സെല്ലാണ് അല്ലേ. സൈലം ഒരു കണ്ടക്ടിങ് ടിഷ്യൂ ആണ്, അതിൽ കാണപ്പെടുന്ന ഒരു സെല്ലാണ് ട്രക്കീഡ്. ആൻഡ് നർവ് സെല്ല് കൊടുത്തിട്ടുണ്ട് അല്ലേ, വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ് നർവ് സെൽ. ഇലോങ്ങേറ്റഡ് ആണ്, ബ്രാഞ്ച്ഡും ആണ്. ഓക്കെ, നർവ് സെൽ ബ്രാഞ്ച്ഡ് ആൻഡ് ഇലോങ്ങേറ്റഡ്. അപ്പം നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസും ഒരുപോലെ അല്ല, പല ടൈപ്പ് സെൽസ് ഉണ്ട്, പല ഷേപ്പിലുള്ള സെൽസ് ഉണ്ട്, പല സൈസിലുള്ള സെൽസ് ഉണ്ട്. അതൊക്കെ അവരുടെ ഫങ്ഷൻ എന്താണെന്ന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൽ എന്താണെന്ന് പറഞ്ഞു, സെൽ തിയറി പറഞ്ഞു, സെല്ലിൻ്റെ ഒരു ഓവർവ്യൂ കണ്ടു, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് എന്താണെന്ന് കണ്ടു, നോൺ മെംബ്രെയിനിയസ് ഓർഗനലൈസ് ഏതാണെന്ന് കണ്ടു. അതുപോലെ തന്നെ സെല്ലിൻ്റെ ഷേപ്പും സൈസും ഒക്കെ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് വേരി ചെയ്യും എന്ന് മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രൊകാരിയോട്ടിക് സെല്ലിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.